ഡിയർ ഓൾ, എല്ലാവരെയും ടോസ് അക്കാഡമിയുടെ ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, റിവൈസ് ചെയ്യുന്നത് ഈ ഒരു 3 ടോപ്പിക്സ് ആണ്: എത്തോളജി, ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി. എത്തോളജി, ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി. ഈ ഏരിയസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളൊന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാം. ആദ്യം തന്നെ ചില ക്വസ്റ്റ്യൻസിലൂടെ പോയിട്ട് നമുക്ക് ആ ഓരോ ടോപ്പിക്സിലേക്കും പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മൃഗങ്ങളിലെ സ്വാഭാവിക സ്വഭാവങ്ങൾ പഠിക്കുന്ന ശാഖ ഏതാണ്? മൃഗങ്ങളിലെ സ്വാഭാവിക സ്വഭാവങ്ങൾ പഠിക്കുന്ന പഠന ശാഖ ഏതാണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, എത്തോളജി ആണ്. എത്തോളജി, ആനിമൽസിലെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എത്തോളജി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേനീച്ചകൾ ഡാഷ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നു. ഇപ്പോ തേനീച്ചകൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? പല ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. only pheromones, chemical signals only, dance language and pheromones, sound signals only. അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. തേനീച്ചകള് അവരുടെ ഡാൻസിങ് ലാംഗ്വേജിലൂടെയും ഫിറോമോൺസിലൂടെയും, ഇവിടെ രണ്ടും ഉണ്ട്, ഡാൻസിങ് ലാംഗ്വേജും ഉണ്ട്, ഫിറോമോൺസും ഉണ്ട്. ഈ ഒരു രണ്ട് മെത്തേഡിലൂടെയാണ് തേനീച്ചകൾ അവയുടെ ആശയവിനിമയം നടത്തുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: ഫെറമോണുകൾ എന്നത് എന്താണ്? ഫെറമോണുകൾ എന്താണ്? നമുക്കറിയാം, ഒരേ ഇനത്തിൽപ്പെട്ട ജീവികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അവ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്യുന്ന രാസവസ്തുക്കളാണ് ഫെറമോണുകൾ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫെറമോണുകൾ എന്നത് ഒരേ ഇനത്തിൽപ്പെട്ട ജീവികൾ തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള രാസവസ്തുക്കളാണ്. ബോംബിക്കോൾ എന്ന ഫെറമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബോംബിക്കോൾ എന്ന ഫെറമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അപ്പൊ നമ്മൾ ചില എക്സാമ്പിൾസ് ഒക്കെ ഫെറമോൺസിന്റെ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു എക്സാമ്പിൾസിന് ഒരു ഫോക്കസ് കൊടുക്കുന്നതും അത് ആര് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പഠിച്ചിരിക്കുന്നതും നല്ലതാണ്. അപ്പൊ ബോംബിക്കോൾ എന്ന ഫെറമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഫീമെയിൽ സിൽക്ക് വർം മോത്ത് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അലാം ഫെറമോൺസ് എന്തിനായി ഉപയോഗിക്കുന്നു? അപ്പോൾ ഈ ഫെറമോൺസിന്റെ ഏരിയയിൽ നമ്മൾ പല ടൈപ്പ് ഫെറമോൺസിനെ പറ്റിയിട്ട് കണ്ടിരുന്നു. അപ്പൊ അത്തരത്തിലൊരു ഫെറമോൺ ആണ് അലാം ഫെറമോൺസ്. അപ്പൊ അലാം ഫെറമോണുകൾ എന്തിനാണ്? ഒരു വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡേഞ്ചർ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി, മറ്റു അംഗങ്ങളെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അലാം ഫെറമോൺസ് മറ്റു അംഗങ്ങളെ അപകടത്തിന്റെ മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് അലാം ഫെറമോണുകൾ. ട്രയൽ ഫെറമോണുകൾ ഏത് ജീവികളിൽ പൊതുവായിട്ട് കാണപ്പെടുന്നു? ട്രയൽ ഫെറമോൺസ് കാണപ്പെടുന്നത് സോഷ്യൽ ആനിമൽസിലാണ്, സാമൂഹിക ജീവികളിലാണ്. അതായത് നമ്മളുടെ ഉറുമ്പ് ഒരു സാമൂഹ്യ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അപ്പൊ അതിന്റെ ഒരു പാത്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുമല്ലോ. അതിന്റെയൊക്കെ കാരണം ഈ ഒരു ട്രയൽ ഫെറമോൺ ആണ്. അപ്പൊ സാമൂഹിക മൃഗങ്ങളിൽ, ഉറുമ്പിലൊക്കെ കാണുന്നതാണ് ട്രയൽ ഫെറമോണുകൾ. അപ്പൊ ഏകദേശം ഈ ഒരു ഏരിയയിലെ ഈ ഒരു എത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ ഒരു എത്തോളജി പാർട്ടിലെ ചില ഏരിയാസിലേക്ക് ഒന്ന് ഫോക്കസ് കൊടുക്കാം. ക്വസ്റ്റ്യൻസിനേക്കാളും നമ്മൾ മറ്റ് ഏരിയാസ് ഉണ്ടല്ലോ, നമ്മൾ ലേണിങ്ങിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എത്തോളജി ഡെഫിനിഷൻ എന്താണ്? ആനിമൽസിലെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള പഠനം, അവയിലെ സ്വഭാവ സവിശേഷതകളെ പറ്റിയിട്ടുള്ള പഠനം. അപ്പോൾ ഇത് ബിഹേവിയറിസം എന്നും അറിയപ്പെടുന്നുണ്ട്. ആനിമലിലെ പഠനത്തെ പറ്റിയിട്ടുള്ള, മൃഗങ്ങളിലെ പെരുമാറ്റത്തെ പറ്റിയുള്ള പഠനമാണ് എത്തോളജി എന്ന് അറിയപ്പെടുന്നത്. മൃഗങ്ങളിലെ പെരുമാറ്റത്തെ പറ്റിയുള്ള പഠനം എത്തോളജി എന്ന് അറിയപ്പെടുന്നു. എത്തോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കോൺറാഡ് ലോറൻസ് ആണ്. കോൺറാഡ് ലോറൻസ് ആണ് എത്തോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു പേര് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ നോട്ടിൽ ആഡഡ് അല്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ഈ ഒരു ലൈവ് കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടേക്കുക. കോൺറാഡ് ലോറൻസ് ആണ് എത്തോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ആനിമൽ ബിഹേവിയറിൽ അവര് പല കാര്യങ്ങളും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലേണിംഗ് എങ്ങനെയാണ് ആനിമലിൽ നടക്കുന്നത്? ചിലത് അവരിൽ തന്നെ സ്വയമായിട്ട്, അവരിൽ തനതായിട്ടുള്ള ചില ബിഹേവിയേഴ്സ് കാണും. മറ്റു ചിലത് അവയുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ പഠിക്കുന്നതായിരിക്കാം. ആ ഒരു രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ലേണിംഗ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അനുഭവങ്ങളുടെയും പരിശീലനത്തിന്റെയും ഫലമായിട്ട് മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റത്തെയാണ് നമ്മൾ പഠനമായിട്ട് നിർവചിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ലേണിംഗ് എന്താന്ന് മനസ്സിലാക്കിയല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആനിമൽസ് കാര്യങ്ങൾ പഠിക്കുന്നത്? അപ്പൊ അവയ്ക്ക്
പല കാര്യങ്ങൾ അവരുടെ ഫുഡ് എവിടെയാന്ന് പഠിക്കണം. അവർക്ക് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം. ഭക്ഷണം കണ്ടെത്താൻ പഠിക്കണം. അതുപോലെ അവർക്ക് പറ്റുന്ന ഇണയെ കണ്ടെത്താൻ പഠിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഒരു വളർത്തുന്ന മൃഗമാണെങ്കിൽ അതിന്റെ ഓണറിനെ തിരിച്ചറിയാന്, ഇപ്പൊ കോഴികളാണെങ്കിൽ അവയുടെ കോഴിക്കൂട്ടിലേക്ക് തിരിച്ചെത്തണമല്ലോ. അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് അവയുടെ ലൈഫിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഈ ഒരു പെരുമാറ്റം അവയുടെ പരിസ്ഥിതിയും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മള് മൃഗങ്ങളുടെ പെരുമാറ്റത്തിന്റെ ഉത്ഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് അത് സ്വാഭാവികമായിട്ട് പഠിച്ചതാണോ, അവയിലുള്ളതാണോ, അതോ അനുഭവങ്ങളിലൂടെ ട്രയൽ ആൻഡ് ഇററിലൂടെ പഠിച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ട്രെയിൻ ചെയ്തതാണോ, എന്നതിന്റെയൊക്കെ ബേസിലായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. സഹജമായിട്ടുള്ള പെരുമാറ്റം, അവരിലുള്ള സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം, സഹജവാസന. ദെൻ രണ്ടാമത്തതാണ് പഠിച്ചിട്ടുള്ള ഒരു പെരുമാറ്റം. നേടിയെടുത്ത പെരുമാറ്റം എന്നും ഈ ഒരു പഠിച്ചിട്ടുള്ള പെരുമാറ്റം അറിയപ്പെടുന്നുണ്ട്. ഇത് അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. അവ ജീനുകൾ വഴി പാരമ്പര്യമായിട്ട് ലഭിക്കുന്നു. പരിശീലനം, കണ്ടീഷനിങ്, പ്രതിഫലം, ശിക്ഷ എന്നിവയിലൂടെയൊക്കെയാണ് ഈ ഒരു നേടിയെടുക്കുന്ന പെരുമാറ്റം അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന പെരുമാറ്റം ജീവികളിൽ ഉണ്ടാവും. പഠിച്ചിട്ടുള്ള ചില പെരുമാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ സെൻസിറ്റൈസേഷൻ. ഒരു പ്രത്യേക സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് നൽകുമ്പോൾ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്റ്റിമുലസിന് ആ ഒരു ജീവിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ സെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ശീലമാക്കൽ. അപ്പൊ ശീലമാക്കൽ നമുക്ക് എന്താന്നൊക്കെ അറിയാലോ. കാരണം ഇപ്പൊ നമ്മള് പട്ടികളെയും പൂച്ചകളെയൊക്കെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാറുണ്ടല്ലോ. ആവർത്തിച്ചുള്ള സ്റ്റിമുലസിന് വിധേയമാകുമ്പോൾ ജീവികൾ ക്രമേണ പ്രതികരിക്കുന്ന അവസ്ഥേനെയാണ് ശീലമാക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് പാവ്ലോവ് ആ ഒരു പട്ടീനെ ട്രെയിൻ ചെയ്ത രീതി നമ്മൾ ഒന്ന് ഓർക്കുക. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോവിന്റെ ആണെന്നൊന്ന് ഓർക്കുക. അപ്പോൾ ഇത് പാവലോണിയൻ ലേണിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു അസോസിയേറ്റഡ് ലേണിംഗ് ആണ്. ആ ഒരു കാര്യം ഓർക്കുക. ഫുഡ് കൊടുക്കുന്നു, ആ ഒപ്പം മണിയും കൂടെ അടിക്കുന്നു. അപ്പം ഭക്ഷണം കൊടുക്കുമ്പോൾ ഉമിനീർ സ്രവിക്കുന്നു. അത് മണി അടിക്കുമ്പോൾ കൂടി ഉമിനീർ സ്രവിക്കുന്ന രീതിയിലേക്ക് ആ ഒരു പട്ടീനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഭക്ഷണം കണ്ടുകൊണ്ട് മാത്രമല്ല ഇവിടെ ഉമിനീര് വരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മണിയടി ശബ്ദം പിന്നീട് പട്ടിക്ക് ആ ഒരു ഫുഡ് വരാനുള്ള സംഭവമാണെന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവാൻ പാവ്ലോണിയൻ ലേണിംഗ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. ഇത്തരത്തിലുള്ളത് എങ്ങനെയാണ് ട്രയൽ ആൻഡ് ഇറർ ലേണിംഗ് എന്നും ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് തോണ്ടേക്കിന്റെ ആണ്. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് തോണ്ടേക്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട്, ഒരു ദണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു കൂട് തുറക്കുന്ന രീതിയിൽ പൂച്ചേനെ ട്രെയിൻ ചെയ്തെടുത്തല്ലോ. ആ ഒരു രീതിയെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു തരത്തിലുള്ള അസോസിയേറ്റഡ് ലേണിംഗ് ആണ്. ചിലതരം ഉപകരണങ്ങളുടെ സഹായത്തോടെ പഠിക്കാൻ മൃഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പഠനതരത്തെ ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് തോണ്ടേക്കിന്റെ ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിൻ്റെതാണ്. അപ്പൊ അതൊന്ന് മാറിപ്പോകാതെ ഓർത്തിരിക്കുക. അടുത്താണ് ലേറ്റന്റ് ലേണിംഗ്. അപ്പൊ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ആവശ്യമുള്ള സമയത്ത് മാത്രമല്ലേ നമ്മൾ പുറത്തെടുക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെയോ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളിലുണ്ട്. അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുക. ഇതുപോലെ തന്നെ ജീവികളിലും ലേറ്റന്റ്, അവർക്ക് കുറെ കാര്യങ്ങൾ അവരുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ അത് പുറത്തെടുക്കത്തുള്ളൂ. അവരിൽ മറഞ്ഞിരിക്കുന്നതോ ഒളിഞ്ഞിരിക്കുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അവരുടെ ലേറ്റന്റ് ലേണിംഗ്. ഒരു ആവശ്യം വരുമ്പോൾ ഇത് പ്രകടമാവും. ഈ ലേറ്റന്റ് ലേണിംഗ് അതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു പ്രതിഫലം കൊടുത്ത് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുത്ത് അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നതല്ലല്ലോ. അവർ ഗ്രാജുവലി അവർ പഠിച്ചെടുക്കുന്നതാണല്ലോ. അത് ലേറ്റന്റ് ലേണിംഗിന്റെ ഒരു പ്രത്യേകതയാണ്. പഠന സമയത്ത് പ്രതിഫലത്തിന്റെയോ ശിക്ഷണത്തിന്റെയോ പങ്കാളിത്തം ഇല്ല എന്നുള്ളത്. ഇത് മനുഷ്യരിലും ഒളിഞ്ഞിരിക്കുന്ന പഠനം നടക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ പഠിച്ചേക്കാം. എന്നാൽ പഠിച്ച കാര്യങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ പ്രകടമാക്കുകയുള്ളൂ. അതാണ് ലേറ്റന്റ് ലേണിംഗ്. അടുത്താണ് ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ചയോടെയുള്ള പഠനം. അത് പെട്ടെന്ന് ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് നല്ല വിവേകത്തോടെ പ്രവർത്തിക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് ലേണിംഗ്. അത് മൃഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഉൾക്കാഴ്ചയോടെയുള്ള പഠനം പഠനത്തിന്റെ ഉയർന്ന രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് മൃഗങ്ങൾക്ക് ഒരു സാധാരണ സാഹചര്യത്തിൽ അറിവ് നേടാനും മറ്റൊരു സാഹചര്യത്തിൽ അത് പ്രയോഗിക്കാനും ഒക്കെയുള്ള ആ ഒരു
രീതി ഉണ്ടല്ലോ, അതിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ നോട്ടിൽ ഇൻക്ലൂഡഡ് അല്ലാത്തൊരു കാര്യമാണ് ഇംപ്രിന്റിംഗ്. ഇംപ്രിന്റിംഗ് എന്നുള്ളത് പക്ഷികളിൽ കാണുന്ന ഒരു പ്രത്യേക പഠന രീതിയാണ്. പക്ഷികളിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ ഇംപ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അത് മാറ്റപ്പെടത്തില്ല. ഇത് നടക്കുന്നത് പ്രധാനമായിട്ടും ആ ഒരു മുട്ട വിരിഞ്ഞ്, പക്ഷികളിൽ മുട്ട വിരിഞ്ഞ് 24 to 48 hours ഉള്ളിലാണ് ഈ ഒരു ഇംപ്രിന്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇംപ്രിന്റിംഗ് നടക്കുമ്പോൾ അവയ്ക്ക് അവയുടെ അമ്മയെ തിരിച്ചറിയാൻ, അമ്മ പക്ഷിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പോൾ ആ ഒരു മുട്ട വിരിയുന്ന ആ കുറച്ച് സമയത്ത് കുറെ കാര്യങ്ങൾ അവയുടെ മനസ്സിലേക്ക് പതിയും. അപ്പോൾ ആ ഒരു സമയത്ത് അതിന്റെ അമ്മയായിട്ട് വേറെ ഒരു പക്ഷിനെയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പക്ഷിയുടെ മനസ്സിൽ അമ്മ എന്നുള്ളത് അമ്മ പക്ഷിയായിട്ട് മറ്റേ ആ ഒരു പക്ഷിനെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഉള്ള ഇംപ്രിന്റിംഗ് എന്നാണ് ഈ ഒരു പക്ഷികളിലെ ആ ഒരു ലേണിങ്ങിനെ നമ്മൾ വിളിക്കുന്നത്. ഇംപ്രിന്റിംഗ് എന്നത് പക്ഷികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പഠന രീതിയാണ്. ഇതിലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു എത്തോളജി പാർട്ടിലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഫിറമോണുകളാണ്. ഇപ്പൊ ഫിറമോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ ഒന്ന് ക്വസ്റ്റ്യനിലൂടെ കണ്ടതാണ്. ഒരേ ഇനത്തിൽപ്പെട്ട ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനായിട്ട്, അവർക്കല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരേ ഇനത്തിൽപ്പെട്ട ജീവികൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ഫിറമോൺസിന്റെ പ്രൊഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് പെൺ പട്ടുനൂൽ ശലഭത്തിൽ കാണുന്ന ബോംബിക്കൾ, ദെൻ ആൺവെരുകിലെ സിവറ്റോൺ, ആൺ കസ്തൂരിമാനിലെ മസ്കോൺ. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ബോംബിക്കോൾ ഫീമെയിൽ സിൽക്ക് വോം മോത്തിലാണെന്നും, വെരുകിലെ സിവറ്റോൺ കാറ്റിലാണ് സിവറ്റോൺ എന്നും, കസ്തൂരിമാനിലാണ് മസ്കോൺ എന്നും ഉള്ള കാര്യം. കാരണം ഇത് നമ്മളുടെ ക്ലാസ് 10 ഇതിനെ പറ്റിയിട്ട് ഒരു മെൻഷൻ വരുന്നുണ്ട് ഫിറമോൺസിനെ പറ്റിയിട്ട്. അപ്പൊ ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ എക്സാമ്പിൾസ്. സോ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ PSCക്ക് ചിലപ്പോൾ ഇഷ്ടമാവാം. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾസ് ഒന്ന് വേറെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോവാതെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. പിന്നെ ഫിറമോൺസിന്റെ ടൈപ്സ് ആണ്. അഗ്രിഗേഷൻ ഫിറമോൺസ് ഇണയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് സഹായിക്കുന്നതാണ്. അലാം ഫിറമോൺസ് ഡേഞ്ചർ സിഗ്നൽ കൊടുക്കുന്നു. ട്രയൽ ഫിറമോൺസ് സാമൂഹിക പ്രാണികളിൽ കാണുന്നു. ഒരു വ്യക്തിയെ ഭക്ഷണത്തിന്റെ സ്രോതസ്സിലേക്കോ അഭയകേന്ദ്രത്തിലേക്കോ നയിക്കുന്ന പാത അടയാളപ്പെടുത്തുന്ന രാസവസ്തുക്കളാണ്. ഉറവിടത്തിലെത്താൻ മറ്റംഗങ്ങൾ ഇത് പിന്തുടർന്നാൽ മതിയായിരിക്കും. ഇത്തരമുള്ളതിനെയാണ് നമ്മൾ ട്രയൽ ഫിറമോൺസ്. ഇത് കാണപ്പെടുന്നതിന് ഉദാഹരണം ഉറുമ്പാണ്. ഇനി നമ്മൾ അടുത്ത നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ജനിതക ശാസ്ത്രം. അപ്പം ജനിതക ശാസ്ത്രത്തിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഏരിയാസിലൂടെ പോകാം. അപ്പൊ എന്താണ് പാരമ്പര്യം? ഹെറിഡിറ്റി, മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക്, പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് കിട്ടപ്പെടുന്ന സവിശേഷതകളെയാണ് നമ്മൾ പാരമ്പര്യം എന്ന്, ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നത്. മാതാപിതാക്കളിൽ ഇല്ലാത്തതും ഓഫ്സ്പ്രിംഗിൽ വരുന്നതുമായിട്ടുള്ള ചിലതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും, വേരിയേഷൻസിന്റെ കാരണം എന്താണ്, ഹെറിഡിറ്റിയുടെ കാരണം എന്താണ്, ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ജീവശാസ്ത്രത്തില് ജനിതക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറ്റിക് ഡിസീസസിലേക്കാണ് നമ്മളുടെ ഫോക്കസ് കൂടുതലായിട്ടും കൊടുക്കേണ്ടത്. ഇപ്പൊ ജീനുകളിൽ അല്ലെങ്കിൽ ക്രോമസോമിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജനറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ജനറ്റിക് ഡിസോർഡേഴ്സ് രണ്ട് ടൈപ്പാണ് വരുന്നത്. മെൻഡേലിയൻ തകരാറുകളും ക്രോമസോമൽ. മെൻഡേലിയൻ ഡിസോർഡേഴ്സിന്റെ കാരണം എന്നുള്ളത് പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ബിന്ദുതല ഉൽപരിവർത്തനത്തിന്റെ കാരണമായിട്ടാണ്, ഫലമായിട്ടാണ് മെൻഡേലിയൻ തകരാറുകൾ സംഭവിക്കുന്നത്. ഇത് പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത് പെഡിഗ്രി അനാലിസിസിലൂടെയാണ്. ഇപ്പൊ മെൻഡേലിയൻ ഡിസോർഡേഴ്സിന്റെ എക്സാമ്പിൾസ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നസ്, സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കെറ്റനൂറിയ, തലാസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്. അപ്പൊ ഈ എക്സാമ്പിൾസിൽ നമ്മളുടെ ഫോക്കസ് പോകേണ്ട ഒരു ഏരിയ ആണ്. ഇനി ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ക്രോമസോമിലെ തകരാറുകൾ. അപ്പൊ ക്രോമസോമിന്റെ ഘടനയിലുള്ള മാറ്റമാകാം, എണ്ണത്തിലുള്ള മാറ്റമാവാം, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ക്രോമസോമൽ തകരാറുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കോശത്തിന്റെ വിഭജന സമയത്ത് ക്രോമാറ്റിഡുകൾ തമ്മിൽ കറക്റ്റ് ആയിട്ടുള്ള വിഭജനം നടക്കാതെ വരുമ്പോൾ, നോൺ ഡിസ്ജങ്ഷൻ നടക്കാതെ വരുമ്പോൾ ആണ് ഇത് ഉണ്ടാവുന്നത്. ക്രോമസോമുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവുക, ഇതിനെയാണ് ക്രോമസോം തകരാറുകൾ എന്ന് പറയുക. ഇതിന് പറയുന്ന പേര് അന്യൂപ്ലോയിഡി എന്നാണ്. അന്യൂപ്ലോയിഡി. ഇത് മോണോസോമി ആവാം, ട്രൈസോമി ആവാം, ടെട്രാസോമി ആവാം. അപ്പം ഇത് ഓരോന്നും
ഇപ്പൊ മോണോസോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ക്രോമോസോം വേണ്ടടുത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടെണ്ണം വേണ്ടടുത്ത് മൂന്നെണ്ണം ആകുന്നു, അല്ലെ നാലെണ്ണം ആകുന്നു. ആ ഒരു കണ്ടീഷൻ ആണ് അന്യൂപ്ലോയിഡി. ടെട്രാസോമി, ട്രൈസോമി, മോണോസോമി ഇതെല്ലാം അന്യൂപ്ലോയിഡീസ് ആണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? കോശവിഭജന സമയത്ത് ക്രൊമാറ്റിഡുകൾ കറക്റ്റ് ആയിട്ട് വേർപിരിയാത്തത് കൊണ്ടാണ് ക്രോമസോമുകളുടെ എണ്ണത്തിൽ കുറവോ കൂടുതലോ ഉണ്ടാകുന്നത്. നമുക്കറിയാം നമ്മളുടെ ഓരോ കോശത്തിലും 46 ക്രോമോസോംസ് ആണ് ഉള്ളത്. അപ്പൊ 46 എന്ന് പറയുമ്പോൾ 23 പെയറിൽ 22 സ്വരൂപ ക്രോമോസോംസ് ഓട്ടോസോമുകളും ഒരെണ്ണം ലിംഗ ക്രോമോസോം അലോസോമും ആണ്. അപ്പോൾ ഒരു ജോഡിയിൽ ഒരു ക്രോമോസോം അധികമാവുകയോ അല്ലെങ്കിൽ ഒരു ക്രോമോസോം ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വരൂപ ക്രോമോസോമുകൾക്ക് ഇത്തരത്തിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ലിംഗ ക്രോമോസോമുകൾക്ക് ഇത്തരത്തിൽ സംഭവിക്കാം. അപ്പൊ ഇത് രണ്ട് ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസസും ഉണ്ട്, അലോസോം സെക്സ് ക്രോമോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ക്രോമോസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഒരു ക്രോമോസോം എടുക്കുക, അതിൽ ഒരു ജോഡി ക്രോമോസോമിൽ ഒരെണ്ണം കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2+1 അത് 3ആയി, ട്രൈസോമി എന്നുള്ള കണ്ടീഷനായി. 2 ക്രോമോസോംസിൽ ഒരെണ്ണം ഇല്ലാതെ പോകുന്നു, അപ്പൊ മോണോസോമി എന്നുള്ള കണ്ടീഷനായി. അപ്പൊ ഇതൊക്കെ കാരണം വരുന്ന മേജർ ആയിട്ടുള്ള രോഗങ്ങളാണ് ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ രോഗങ്ങളാണ്, ക്രോമോസോമൽ ഡിസോർഡേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. നമുക്ക് അവയെ പറ്റിയിട്ടാണ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ കൂടിയാണ്. ഫസ്റ്റ്ലി അബൌട്ട് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഇത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. ഇവിടെ 21ാമത്തെ ക്രോമോസോം കൺസിഡർ ചെയ്യാം. അപ്പൊ 21ാമത്തെ പെയറിൽ ഒരെണ്ണം അഡീഷണലി വരുന്നു. ഇപ്പൊ രണ്ടെണ്ണം ഉള്ളിടത്ത് ഒരെണ്ണം കൂടെ വന്നു, മൂന്നെണ്ണമായി. ഇപ്പൊ 3 ക്രോമോസോം. ഇപ്പൊ ട്രൈസോമി, 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമി 21 എന്നും ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ 45+XY, സാധാരണ 44XY മെയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ 44XX ഫീമെയിൽ ആണെങ്കിൽ നോർമൽ അങ്ങനെ. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ 45, ഇപ്പൊ ട്രൈസോമി വന്നു 21 ക്രോമോസോമിൽ ഒരെണ്ണം കൂടെ വന്ന്, അപ്പോൾ ആ ഒരെണ്ണമാണ് ഇവിടെ 45, 44+15, 45+XY. ഇത് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 45+XX ഒരു ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഡൗൺ സിൻഡ്രോം ഉള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്തത് എഡ്വേർഡ് സിൻഡ്രോം. ഇതും ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. 18ാമത്തെ ക്രോമോസോമില് ട്രൈസോമി സംഭവിക്കുന്നു. 21ാമത്തെ ഡൗൺ സിൻഡ്രോം, 18ാമത്തേലാണ് ട്രൈസോമി എങ്കിൽ അത് എഡ്വേർഡ് സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 18 എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കുക, ക്ലിയർ ആണ്. ക്രോമോസോമുകൾ നമുക്ക് 22 ജോഡി ഓട്ടോസോംസ് ഇരിക്കുന്നു. അപ്പൊ 22 ഓട്ടോസോം, 2 ജോഡി സെക്സ് ക്രോമോസോം. ഓക്കെ, ഇത് ഒരു ജോഡി മെയിലിന്റെയും ഒരെണ്ണം ഫീമെയിലിന്റെയും ആണെന്ന് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇപ്പൊ ഈ 18ാമത്തേൽ നോക്കുക, 3 വന്നിട്ടുണ്ടല്ലോ. അപ്പൊ 18ന്റെ ട്രൈസോമി ആണ് എഡ്വേർഡ് സിൻഡ്രോം, 21ന്റെ ട്രൈസോമി ആണെങ്കിൽ അത് ഡൗൺ സിൻഡ്രോം. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. ഇവിടെ അലോസോമൽ ഡിസോർഡർ ആണ്. അലോസോമൽ എന്ന് പറയുമ്പം നമ്മുടെ സെക്സ് ലിങ്ക്ഡ് ക്രോമോസോംസ് ഉണ്ടല്ലോ, ആ ഒരു 23ാമത്തെ ജോഡി ക്രോമോസോമിൽ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, അഡീഷനോ ഡിലീഷനോ ഒക്കെയാണ് ഈ ഒരു ക്ലൈൻഫിൽട്ടർ സിൻഡ്രോത്തിലേക്ക് പോകുന്നത്. ഇത് KS എന്നും അറിയപ്പെടുന്നു. ഇവിടെ XXY എന്നാണ് കണ്ടീഷനാണ്. അപ്പോൾ XXY, അപ്പോൾ Y ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് ബോയ്സിലാണെന്ന് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ബോയ്സിൽ നോർമലി XY അല്ലേ ഉള്ളൂ, ഇവിടെ അഡീഷണലി ഒരു X കയറി വന്നിരിക്കുന്നു. ഇതെന്താണ്? അപ്പോ ആൺകുട്ടികൾ അധിക X ക്രോമോസോമുമായിട്ട് ജനിക്കുന്ന അവസ്ഥയാണിത്. സാധാരണ ഫീമെയിൽസിൽ 2X മെയിലിൽ 1X ഒരു Y. അതിന്റെ സ്ഥാനത്ത് ഇവിടെ മെയിലിൽ 2X ഒരു Y ആയിട്ട് വരുന്നു. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. ഇവർക്ക് കാഴ്ചയിൽ മെയിലിന്റെ അപ്പിയറൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഗ്രാജുവലി അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഫീമെയിൽസിനെ പോലെ ആയി മാറ്റപ്പെടും. ഇവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. ടേണർ സിൻഡ്രോം. ഈ ടേണർ സിൻഡ്രോം ഫീമെയിൽസിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫീമെയിൽസിൽ XX ആണല്ലോ വരുന്നത്. ഇതും ഒരു അലോസോമൽ ആണ്, സെക്സ് ക്രോമോസോമിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. അപ്പോൾ XX ആണല്ലോ ഫീമെയിലിൽ. ആ 2X ഉള്ളിടത്ത് ഒരു X ഇല്ലാത്ത കണ്ടീഷൻ, 2X ഉള്ളിടത്ത് ഒരു X ഇല്ലാത്ത
കണ്ടീഷൻ. അപ്പോൾ അവർക്ക് എത്ര ക്രോമസോം ഉണ്ടാവും? ടോട്ടൽ 45 ക്രോമസോംസേ കാണത്തുള്ളൂ. ഇവരുടെ കേസിൽ അവരുടെ ഓവറീസ് ഒന്നും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ഡെവലപ്പ് ചെയ്താലും അതൊരു മച്ചുറേഷനിലേക്കൊന്നും പോകത്തില്ല. ഇവർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നും കാണിക്കത്തില്ല. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. അതൊക്കെയാണ് ടേണർ സിൻഡ്രോം ഉള്ളവരുടെ അവസ്ഥ. അപ്പോൾ ഇത് 45X അല്ലെങ്കിൽ 45X0 അങ്ങനെയാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ആ എൻ്റെയർ കാര്യത്തെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുന്നതാണ്. ഓട്ടോസോമൽ ഡിസോർഡർ, സ്വരൂപ ക്രോമോസോമുകൾക്ക് ഉണ്ടാകുന്നതാണ് ഓട്ടോസോമൽ ഡിസോർഡർ. അലോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ലിംഗ ക്രോമോസോമുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. ഓട്ടോസോമൽ ഏതൊക്കെയാണ്? ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 21 എന്ന് ഡൗൺ സിൻഡ്രോം അറിയപ്പെടുന്നു, ട്രൈസോമി 18 എന്ന് എഡ്വേർഡ് സിൻഡ്രോം അറിയപ്പെടുന്നു. അലോസോമൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ഇപ്പം ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം 44XXY, ഒരു എക്സ് കൂടുതൽ വന്നത്. ദെൻ ടേണർ സിൻഡ്രോം ഒരു എക്സ് കുറവുള്ളത് ഫീമെയിൽസിലാണ് കാണപ്പെടുന്നത്, 45X0. ഇത് ഒന്ന് പഠിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. എഡ്വേർഡ് സിൻഡ്രോം ക്രോമോസോം നമ്പർ എത്രയാണ്? ഏതിന്റെ ട്രൈസോമി മൂലമാണ് ക്രോമോസോം? ഏത് ക്രോമോസോം ട്രൈസോമിയാണ്? ട്രൈസോമി 18. ട്രൈസോമി 18 ആണ് എഡ്വേർഡ് സിൻഡ്രോം. ട്രൈസോമി 21 എന്താണ്? ഡൗൺ സിൻഡ്രോം. ക്ലൈൻഫിൽട്ടേഴ്സ് അവസ്ഥയുള്ള ആണിന്റെ ക്രോമോസോമിന്റെ രീതി ഇപ്രകാരമായിരിക്കും. ഏതാണ്? ഒരു എക്സ് ക്രോമോസോം അഡീഷണൽ വരുന്നതാണ് ക്ലൈൻഫിൽട്ടേഴ്സ്. ഓപ്ഷൻ സി 44XXY. 44XXY. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശരിയല്ലാത്തത്, നമുക്ക് തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുപോലുള്ള രണ്ട് ക്രോമോസോമുകൾ ചേർന്നതാണ് സ്വരൂപം, അത് കറക്റ്റ് ആണ്. 23 ജോഡി സ്വരൂപ ക്രോമോസോംസ് ഇല്ലല്ലോ, അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. തെറ്റാണ്. 22 ജോഡി സ്വരൂപ ക്രോമോസോമും ഒരു ജോഡി ലിംഗനിർണയ ക്രോമോസോമും ആണ്. ഓക്കെ, ദെൻ ലിംഗനിർണയ ക്രോമോസോമുകൾ രണ്ട് തരമുണ്ട്, എക്സ് വൈ. അതും കറക്റ്റ് ആണ്. 44 സ്വരൂപ ക്രോമോസോമുകൾ, അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ബി മാത്രം ശരിയല്ല. ഓക്കെ, ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ ഡൗൺ സിൻഡ്രോം നമുക്ക് തന്നിട്ടുണ്ട്. ഡൗൺ സിൻഡ്രോം നമുക്കറിയാം, അത് ഓട്ടോസോംസിൽ ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പോൾ അവിടെ ഓട്ടോസോമിന്റെ നമ്പർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോർമൽ ആയിട്ടാണെങ്കിൽ എത്ര? 44 ഓട്ടോസോംസ് ആണല്ലോ. ഡിസോർഡർ 21st ക്രോമോസോം കൂടുതലായിട്ട് വന്നുകൊണ്ട് ട്രൈസോമി ആയതുകൊണ്ട് 45 ആയി പ്ലസ് XY. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ 45XY മെയിലിന്റെ കേസിൽ, ഫീമെയിലിന്റെ കേസിൽ ഇത് കറക്റ്റ് ആണ്. Then അടുത്തത് എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 18 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, അപ്പോൾ നമ്മൾ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം 44 പ്ലസ് XXY, കാരണം ഇവിടെ അലോസോമിലാണ് ഈ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. അലോസോമിൽ ഒരു എക്സ് ക്രോമോസോം കൂടുതലായിട്ട് വന്നിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി ഓർക്കുക, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു രീതിയുണ്ട്. ഇവിടെ ഇപ്പം ടോട്ടൽ നമുക്കറിയാം 47 ക്രോമോസോംസ് വരുന്നുണ്ടല്ലോ. ഈ ഒരു 47 ആദ്യം ഇട്ടിട്ട് ഒരു കോമ കൊടുത്ത് XXY എന്ന് കാണുവാണെങ്കിലും അത് അതിന്റെ കാരിയോടൈപ്പിക് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, 47XXY എന്നുള്ളത് അതിന്റെ കാരിയോടൈപ്പിക് റെപ്രസെന്റേഷൻ ആണ്. ദെൻ അടുത്ത ടേണർ സിൻഡ്രോത്തിലേക്ക് വന്നേ. ടേണർ സിൻഡ്രോം നമ്മൾ ഇവിടെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു രീതി ആണ് റെപ്രസെന്റേഷന്റെ. അപ്പൊ അവിടെ നമുക്കറിയാം, അവിടെയും അലോസോമിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പൊ 44 പ്ലസ് X0 ഇതും കറക്റ്റ് ആണ്. അപ്പം മറ്റൊരു രീതിയാണ് 45, ടോട്ടൽ 45, ദെൻ കോമ കൊടുത്തിട്ട് X0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതും കറക്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനൊരു രീതിയും കൂടെ ഈ ഒരു റെപ്രസെന്റേഷനിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. സോ ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം കറക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, എല്ലാം, തെറ്റായ ഒരു ജോഡി ഇവിടെ ഇല്ല, ഇവിടെ എല്ലാം കറക്റ്റ് ആണ്. ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമോസോം ഘടന. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ സ്വരൂപ ക്രോമോസോംസിലാണ് മാറ്റം വരേണ്ടത്. ഇപ്പൊ സ്വരൂപ ക്രോമോസോമിൽ മാറ്റം വന്നിട്ടുള്ളത്
ഇവിടെ 45 വന്നു. 44 ആയിരുന്നു വേണ്ടത്, ഇവിടെ 45 വന്നു. 45 പ്ലസ് XX, ഇതൊരു ഫീമെയിൽ, ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു ഫീമെയിലിന്റെ ക്രോമോസോം ഘടനയാണ്. ഇനി നമ്മൾ കാണുന്നത് ബയോകെമിക്കൽ ജനറ്റിക്സ്. ബയോകെമിക്കൽ ജനറ്റിക്സ് നമുക്കറിയാം, പല ടൈപ്പ് റിയാക്ഷൻസ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പല പാത്വേസ്, പല ബയോകെമിക്കൽ പാത്വേസ് നടക്കുന്നുണ്ട്. ഈ ഓരോ പാത്വേനെയും കൺട്രോൾ ചെയ്യുന്നത് ചില ജീനുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ജീനുകൾ ഈ ഒരു ബയോകെമിക്കൽ പാത്വേസിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ബയോകെമിക്കൽ ജനറ്റിക്സ് എന്നുള്ളത്. ഒരു ജീവിയിൽ സ്വഭാവ സവിശേഷതകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ജീനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രക്രിയയാണ് ഫീനോജെനസിസ് എന്ന് പറയുന്നത്. ജീനുകളും സ്വഭാവ സവിശേഷതകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് ഫീനോജെനറ്റിക്സ്. മെറ്റബോളിക് പാത്വേയുടെ ഓരോ സ്റ്റെപ്പിലും എൻസൈമുകൾ ആവശ്യമാണ്. ഈ എൻസൈമുകളാണ് ഒരു പദാർത്ഥത്തെ അടുത്ത പദാർത്ഥമാക്കി മാറ്റുന്നത്. രാസാഗ്നികളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അത് വിവിധങ്ങളായിട്ടുള്ള തകരാറുകളിലേക്ക് ലീഡ് ചെയ്യുന്നു. നമുക്ക് അതാ ഒരു എക്സാമ്പിൾ, ഫീനൈൽ കെറ്റനൂറിയ, അതിലൊക്കെ ആൽബിനിസം ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ അല്ല, ഒരു പിക്ചർ വെച്ചിട്ടുള്ളത്, അത് ഒന്നുകൂടി മനസ്സിലാക്കും. നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് 4 മെറ്റബോളിക് ഇൻബോൺ ഡിസോർഡേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി, ഈ ഒരു മെറ്റബോളിക് പാത്വേയിൽ ഉണ്ടാകുന്ന ഇററുകൾ എങ്ങനെയാണ് ചില ഇൻബോൺ മെറ്റബോളിക് ഇറേഴ്സിലേക്ക്, വൈകല്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. ഫസ്റ്റ്ലി തന്നെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മെറ്റബോളിക് പാത്വേ ഓഫ് ഫീനൈൽ അലാനിൻ ആൻഡ് തൈറോസിൻ ആണ്. മെറ്റബോളിക് പാത്വേ ഓഫ് ഫീനൈൽ അലാനിൻ ആൻഡ് തൈറോസിൻ. ഫീനൈൽ അലാനിനും തൈറോസിനും അമിനോ ആസിഡ്സ് ആണെന്നുള്ള കാര്യം അറിയാം. അതിൽ ഫീനൈൽ അലാനിൻ ഒരു എസെൻഷ്യൽ അമിനോ ആസിഡും തൈറോസിൻ ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുമാണ്. ഇവ രണ്ടും അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. അതുപോലെ തന്നെ ഇവ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള അരോമാറ്റിക് അമിനോ ആസിഡ്സ് കൂടിയാണ്. നമ്മൾ ഇവയുടെ ഫങ്ഷൻസ് നോക്കുമ്പോൾ, ഫീനൈൽ അലാനിന്റെ ഫങ്ഷൻ നോക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രോട്ടീൻസുകളെ തമ്മിൽ യോജിപ്പിക്കാനും അവയുടെ ഒരു ഇൻകോർപ്പറേഷൻ ആണ് ഈ ഒരു ഫീനൈൽ അലാനിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. അതുകൂടാതെയുള്ള ഒരേ ഒരു ഫങ്ഷൻ എന്നുള്ളത് അത് തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു സ്പെയറിംഗ് ആക്ഷൻ ആണ് ഇവ രണ്ടും തമ്മിൽ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തൈറോസിൻ എടുക്കുകയാണെങ്കിൽ നമ്മളിൽ ഫീനൈൽ അലാനിന്റെ ആവശ്യം അത്രയും കുറയും. കാരണം ഫീനൈൽ അലാനിൻ ആണ് തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള അമിനോ ആസിഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഈ പറയുന്ന തൈറോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഫീനൈൽ അലാനിൽ നിന്ന് ഫോം ചെയ്യുന്ന അമിനോ ആസിഡ് ആണ് ഈ ഒരു ഫീനൈൽ അലാനിന് കൺവേർട്ട് ചെയ്ത് തൈറോസിൻ ആകാനായിട്ട് സാധിക്കും. അതിൽ ചില എൻസൈംസ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആണ്. ഫീനൈൽ അലാനിൻ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ ഒരു എൻസൈം ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു തൈറോസിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ഈ തൈറോസിന് തൈറോക്സിൻ ഹോർമോൺ ആയിട്ട് മാറാനും അതുപോലെ തന്നെ ട്രൈ ഐഡോ തൈറോണിൻ ഹോർമോൺ ആയിട്ട് മാറാനും മെലാനിൻ ആയിട്ട് മാറാനും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആയിട്ട് മാറാനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ചില മെറ്റബോളിക് പാത്വേസിലൂടെ, ചില ബയോകെമിക്കൽ പാത്വേസിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ പല എൻസൈമുകളുടെയും പ്രവർത്തനം വഴിയായിട്ട് ഈ ഒരു തൈറോസിന് ഇങ്ങനെ പല ഫേറ്റുകളുണ്ട്. തൈറോക്സിൻ ആൻഡ് ഐഡോ തൈറോണിൻ ട്രൈ ഐഡോ തൈറോണിനായിട്ട് മാറ്റപ്പെടും. അല്ലെങ്കിൽ മെലാനിൻ, നമുക്കറിയാം നമ്മുടെ കളറിംഗ് പിഗ്മെന്റ്, നമ്മുടെ മുടിക്കും കണ്ണിനും സ്കിന്നിനൊക്കെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് മെലാനിൻ. ഈ ഒരു തൈറോക്സിൻ വിവിധങ്ങളായിട്ടുള്ള ബയോകെമിക്കൽ പാത്വേസിലൂടെ കടന്നു പോയി കഴിഞ്ഞാണ് മെലാനിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ഒരു കൺവേർഷൻ, അടുത്ത ഒരു ഫേറ്റ് എന്നുള്ളത് ഇത് പല സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആയിട്ട് മാറ്റപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാം പ്രവർത്തിക്കാൻ ഓരോ എൻസൈമുകളുണ്ട്. ഫീനൈൽ അലാനിനെ തൈറോക്സിനാക്കി മാറ്റാൻ ഒരു എൻസൈം ആവശ്യമാണ്. ആ ഒരു എൻസൈം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഫീനൈൽ അലാനിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ, നമ്മുടെ മൂത്രത്തിലെല്ലാം ഈ ഒരു ഫീനൈൽ അലാനിന്റെ അളവ് കൂടും. ആ ഒരു കണ്ടീഷൻ ഒരു രോഗമാണ്, ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഒരു മെറ്റബോളിക്
ഇററാണ്. അതിനെയാണ് നമ്മൾ ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന രോഗം. അതുപോലെ ഈ ഒരു തൈറോസിൻ കൺവേർട്ട് ചെയ്ത് മെലാനിൻ ആവുന്നില്ല. അതിനിടയിൽ ബ്ലോക്കുകൾ വരികയാണ്. അതിനിടയിൽ പ്രവർത്തിക്കേണ്ട എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട ജീനുകൾക്ക് എന്തെങ്കിലും എറർ സംഭവിക്കുന്നത് വഴിയായിട്ട് ആ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് അടുത്തൊരു ഇററിലേക്ക് പോവുകയാണ്. തൈറോസിനിൽ നിന്ന് മെലാനിൻ ഉണ്ടാകാതെ വരുന്ന അവസ്ഥയാണ് ആൽബിനിസം. ദെൻ അടുത്തൊരു കൺവേർഷൻ തൈറോസിൻ പാരാഹൈഡ്രോക്സി ഫീനൈൽ പൈറൂവിക് ആസിഡ് ആകുന്നു. അവിടെയും എൻസൈംസ് ഇൻവോൾവ് ആണ്. അതൊക്കെ കറക്റ്റ് ആയിട്ട് നടന്ന് ഡൈഹൈഡ്രോക്സി ഫീനൈൽ പൈറൂവിക് ആസിഡ് ഹോമോജെനിസിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാതിരിക്കുക. ഇതിനിടയിൽ പ്രവർത്തിക്കേണ്ട എൻസൈം ഉണ്ടാവേണ്ട ജീനിന് തകരാറ് സംഭവിക്കുന്നത് വഴിയായിട്ട് അത് ഉണ്ടാകാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ രക്തത്തിൽ തൈറോസിന്റെ അളവ് കൂടുന്നു. ആ ഒരു കണ്ടീഷനാണ് തൈറോസിനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ അടുത്തത് ഈ ഒരു ഹോമോജെനിസിക് ആസിഡ് കൺവേർട്ട് ചെയ്ത് മാലിയൽ അസറ്റിക് ആസിഡ് ആവുന്നില്ല. ആ ഒരു കണ്ടീഷൻ വരുമ്പോഴേക്കും ആ അവിടുത്തെ ജീൻ എന്തെങ്കിലും മ്യൂട്ടേഷൻ കാരണം പ്രവർത്തിക്കാതെ വരുന്നത് വഴി ആ കൺവേർഷന് സഹായിക്കുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കുന്നു. അതുവഴി ഉണ്ടാകുന്ന രോഗമാണ് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ആൽകപ്റ്റോണൂറിയ എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഡിസീസസ് ഇതൊക്കെയാണ്: ഫീനൈൽ കീറ്റോനൂറിയ, ആൽബിനിസം, തൈറോസിനോസിസ്, ആൽകപ്റ്റോണൂറിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്: ഏതൊക്കെ എൻസൈംസ് ആണ് ഓരോ കൺവേർഷനിലും ആക്ട് ചെയ്യുന്നത്, ഈ ഓരോ ഡിസീസുകളും എന്താണ്. ഇത് ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. പോയിന്റ് ബൈ പോയിന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ്ലി ഫീനൈൽ കീറ്റോനൂറിയ. ഫീനൈൽ അലാനിനെ തൈറോസിനാക്കി മാറ്റുന്ന എൻസൈം ആണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഇതിന്റെ ഉൽപാദനം മ്യൂട്ടേഷൻ മൂലം നടക്കാതിരിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഫീനൈൽ കീറ്റോനൂറിയ. ദെൻ തൈറോസിനോസിസ്. തൈറോസിനിൽ നിന്ന് ആൽകപ്റ്റോൺ ഉണ്ടാകുന്നതിനായിട്ട് നടക്കേണ്ട ഉപാപചയ പ്രവർത്തനത്തിലെ രാസാഗ്നിയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷന്റെ ഫലമായിട്ടാണ് ഈ ഒരു തൈറോസിനോസിസ് സംഭവിക്കുന്നത്. ദെൻ ആൽബിനിസം. തൈറോസിൻ മെലാനിനായിട്ട് മാറുന്നതിന് ഇടയിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ഷനിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ആൽബിനിസത്തിന് കാരണമാകുന്നത്. ഫീനൈലലാനിൻ, തൈറോസിൻ എന്നിവയുടെ മെറ്റബോളിസത്തിലെ ജന്മന ഉണ്ടാകുന്ന തകരാറുകളുമായി ബന്ധപ്പെട്ട് ഒരു പാരമ്പര്യ വൈകല്യമാണ് ആൽബിനിസം. മെലാനിൻ പ്രൊഡക്ഷൻ നടക്കാതെ വരുന്നു. അടുത്ത ഇൻബോൺ മെറ്റബോളിക് ഡിസോർഡർ ആണ് ആൽകപ്റ്റോണൂറിയ AKU എന്ന് അറിയപ്പെടുന്നു. ഫീനൈൽ അലാനിൻ, തൈറോസിൻ എന്നിവയുടെ മെറ്റബോളിസത്തിലെ ജന്മന ഉണ്ടാകുന്ന തകരാറുകളുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യ വൈകല്യമാണ് ആൽകപ്റ്റോണൂറിയ. ഹോമോജെനിസിക് ആസിഡ് അഥവാ ആൽകപ്റ്റോണിൽ നിന്ന് മാലൈൽ അസറ്റിക് ആസിഡ് നിർമ്മിക്കപ്പെടണം. ആ നിർമ്മിക്കപ്പെടാനായി നടക്കുന്ന സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്ന എൻസൈം ആണ് ഹോമോജെനിസിക് ആസിഡ് ഓക്സിഡേസ്. ഹോമോജെനിസിക് ആസിഡിൽ നിന്ന് മാലൈൽ അസറ്റിക് ആസിഡ് ഉണ്ടാവുന്ന സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്ന എൻസൈം ആണ് ഹോമോജെനിസിക് ആസിഡ് ഓക്സിഡേസ്. ഈ ഒരു എൻസൈം ഉണ്ടാക്കുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ഹോമോജെനിസിക് ഈ ഒരു പെർട്ടിക്കുലർ എൻസൈം ഫോം ചെയ്യപ്പെടാതെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഹോമോജെനിസിക് ആസിഡ് നമ്മുടെ രക്തത്തിൽ കുമിഞ്ഞുകൂടുകയും മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ ഒരു ആസിഡ് ഓക്സിഡൈസ് ചെയ്ത് കറുപ്പ് നിറമാകുന്നു. അതുകൊണ്ട് ഈ രോഗമുള്ള ആളുകളിൽ മൂത്രത്തിന് കറുപ്പ് നിറമായിരിക്കും. അതുകൊണ്ട് വേറൊരു പേരിലും ഈ ഒരു രോഗം അറിയുന്നുണ്ട്, ബ്ലാക്ക് യൂറിൻ ഡിസീസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോസിബിലിറ്റി അല്ലേ, ബ്ലാക്ക് യൂറിൻ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൽകപ്റ്റോണൂറിയ അറിയപ്പെടുന്നത് ഒരു ബ്ലാക്ക് യൂറിൻ ഡിസീസ് എന്നാണ്. ബ്ലാക്ക് യൂറിൻ ഡിസീസ് എന്നറിയപ്പെടുന്നത് ആൽകപ്റ്റോൺ യൂറിയ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഹോമോജെനിസിക് ആസിഡ് മാലൈൽ അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന എൻസൈം ആണ് ഹോമോജെനിസിക് ആസിഡ് ഓക്സിഡേസ്. ഈ ഒരു എൻസൈം ഫോം ചെയ്യപ്പെടാത്തത് മൂലം, ഈ ഒരു എൻസൈം ഉണ്ടാക്കേണ്ട ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചത് മൂലം എന്ത് സംഭവിക്കും? ഹോമോജെനിസിക് ആസിഡ് മാലൈൽ അസറ്റിക് ആസിഡ് ആയിട്ട് മാറ്റപ്പെടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഹോമോജെനിസിക് ആസിഡിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടും. അപ്പൊ രക്തത്തിൽ എന്തെങ്കിലും കൂടിയാൽ എവിടെ സംഭവിക്കും? അത് മൂത്രത്തിൽ റിഫ്ലക്ട് ചെയ്യും, മൂത്രത്തിലൂടെ പുറന്തള്ളും. ആ മൂത്രത്തിലൂടെ പുറന്തള്ളുമ്പോൾ ഈ ഒരു ആസിഡ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ എത്തുകയും ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്ത് ബ്ലാക്ക് കളർ ആവും. അതുകൊണ്ടാണ്
ഈ രോഗമുള്ളവരുടെ മൂത്രം കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ്. നമ്മൾ ബയോടെക്നോളജിയുടെ ഏരിയയിലേക്ക് പോവുകയാണ്. റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി. റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി. അപ്പൊ ഓർക്കുക, നമുക്ക് ഒരു ജീവിയിൽ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുത്തണമെങ്കിൽ ആ ഒരു ഡിസൈറബിൾ ചേഞ്ച് ഉള്ള ജീവിയിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ജീനിനെ എടുത്ത് ഒരു വെക്ടറിന്റെ സഹായത്തോടെ മറ്റ് ജീവിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ അതിനെ ഒരു ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഏറ്റവും ബേസിക് ആയിട്ട് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് ഇനി ഇതിന്റെ സ്റ്റെപ്സ് ആണ്. ഈ ഒരു എൻ്റെ സ്റ്റെപ്സ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സ്റ്റെപ്പിലും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡി എൻ എനെ പ്യൂരിഫൈ ചെയ്യണം. നമുക്ക് വേണ്ട ഡി എൻ എനെ എടുത്ത് പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ബാക്ടീരിയയിൽ നമ്മൾ ലൈസോസൈം ഉപയോഗിക്കണം. സസ്യകോശങ്ങളിൽ നമ്മൾ സെല്ലുലൈസ് എൻസൈം, കൈറ്റിനൈസ് എൻസൈം ഫംഗസിൽ യൂസ് ചെയ്യണം. ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ഡി എൻ എനെ നമുക്ക് വേണ്ട ഡി എൻ എനെ എടുത്തതിന് ശേഷം അതിനെ ഈഥൈൽ ആൽക്കഹോൾ, കോൾഡ് ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നത്. ആ ഒരു പോയിന്റ് ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയാണ് കട്ടിംഗ് ഓഫ് ഡി എൻ എ അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. എന്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു ഡി എൻ എ കട്ട് ചെയ്യുന്നത് അതേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് വേണം ആ ഒരു വെക്ടറും കട്ട് ചെയ്യാന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ടൈപ്പുകൾ പഠിക്കണം. അതുപോലെ പാനിട്രോമിക് സീക്വൻസ് ആ ഒരു ഏരിയയൊക്കെ മനസ്സിലാക്കണം. ദെൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ജീനിന്റെ ആ ഒരു ഡി എൻ എ സെഗ്മെന്റിന്റെ നമ്പർ കൂട്ടുന്നു പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ. ഓക്കെ, അപ്പോൾ അവിടെ ടാക് പോളിമറൈസ് ബാക്ടീരിയയിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെയുള്ള കാര്യം ഓർക്കുക. ടാക് പോളിമറൈസ് ആ ഒരു എൻസൈമിന്റെ പേര്. അത് തെർമോസ്റ്റേപ്പിൾ ആയിട്ടുള്ള ഡി എൻ എ പോളിമറൈസ് എൻസൈം ആണ്. തെർമോസ് എന്നുള്ള ബാക്ടീരിയയിൽ നിന്നാണ് അത് എടുക്കുന്നത്. ആ ഒരു ഏരിയ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ക്ലോണിംഗ് വെക്ടർ. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഡി എൻ എനെ, ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അതിലേക്ക് ക്ലോൺ ചെയ്യുന്നു, അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അവിടെ ലിഗേസ് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. റീകോമ്പിനന്റ് ഡി എൻ എനെ പുതിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഹോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ, ഹോസ്റ്റ് സെൽസിനെ എടുക്കുന്നു. അതിനെ എക്സ്പ്രഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ഇൻസേർട്ട് ഇൻ ദ ഹോസ്റ്റ്. ഇതാണ് മേജർ സ്റ്റെപ്സ് വരുന്നത്. നമുക്ക് ഇനി ഈ ഏരിയ എന്നുള്ള ചില ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ടാക് പോളിമറൈസ് എന്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടാക് പോളിമറൈസ് യൂസ് ചെയ്യുന്നത്? അത് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള എൻസൈം ആണ് കേട്ടോ. തെർമോസ്റ്റേബിൾ, ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് എൻസൈം ആണ് ടാക് പോളിമറൈസ് എൻസൈം വരുന്നത്. ടാക് പോളിമറൈസ് എൻസൈം ഉത്ഭവിക്കുന്നത് തെർമോസ് അക്വാട്ടിക്കസ് എന്നുള്ള ബാക്ടീരിയയിൽ നിന്നാണ്. The source of Taq polymerase used in polymerase chain reactions a thermophilic bacterium. അതുപോലെ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർക്കണം. PCR-ന്റെ സ്റ്റെപ്പ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ, പ്രൈമർ അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഇനി അടുത്ത ഒരെണ്ണമാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അപ്പോൾ ഈ പാലിൻഡ്രോമിക് സീക്വൻസ് സംബന്ധിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ രണ്ട് സൈഡിൽ നിന്നും രണ്ടിലും ഒരേപോലെ റീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാലിൻഡ്രോമിക് സീക്വൻസുകളെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ കട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു പാലിൻഡ്രോമിക് സീക്വൻസുകൾ ഏതാണ്? എക്കോ R1ന്റെ ഒക്കെ പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പാലിൻഡ്രോമിക് സീക്വൻസ് ദിസ് വൺ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ഈ ഒരു രണ്ട് സൈഡിൽ 5' 3' ഡയറക്ഷനിൽ റീഡ് ചെയ്യുമ്പോഴും മറ്റേതിന്റെ 3' 5' നോക്കുക, അവിടെയും ഈ ഒരു ഡയറക്ഷനിൽ റീഡ് ചെയ്യുമ്പോൾ ഒരേപോലെ അല്ലേ?
മലയാളം എന്ന് ഓർക്കുക. മലയാളം രണ്ട് സൈഡിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മലയാളം എന്ന് കിട്ടൂല. അത്തരത്തിലുള്ള സീക്വൻസസ് ആണ് പാലൻഡ്രോമിക് സീക്വൻസസ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഐഡന്റിഫൈ ചെയ്യുന്നത്, കട്ട് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യുന്ന റെക്കഗ്നേഷൻ സൈറ്റുകളാണ് പാലൻഡ്രോമിക് സീക്വൻസുകൾ. ജെൽ ഇലക്ട്രോഫോറോസിസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്തിനു വേണ്ടിയിട്ടാണ്? DNA ഫ്രാഗ്മെന്റ്സിന്റെ സൈസിന്റെ ബേസിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ജെൽ ഇലക്ട്രോഫോറോസിസ് യൂസ് ചെയ്യുന്നത്. A foreign DNA and plasmid cut by same restriction endonuclease can be joined to form a recombinant plasmid using ligase. Enzyme ligase ആണ് ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്രയും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സിലൂടെയാണ് ഈ ഒരു ക്ലാസ്സിൽ പോയത്. താങ്ക് യു.